Welcome to our maths class. Let's continue our lesson 3, addition. In the last class we learned some addition properties. The last property is grouping property. Grouping property means we can group some numbers in any group. That is, we can first add these two numbers and with that answer we can add the last numbers. And one more is 3 plus 2 plus 1. Here we can add the last two digits and then add the first one. These two answers are same. That is grouping property. Grouping property. Right? Okay. Then ഇത് വെച്ചിട്ടുള്ള questions ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് exercise 3.3. Question number 1. Add these pairs of number and verify the order property of addition. അതിന്റെ first question ഞാൻ എഴുതാം. Two set of numbers. This is first and this is second. And find out is it same ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഓർഡർ പ്രോപ്പർട്ടി. അതായത് ഇവിടെ എഴുതിയേക്കുന്ന ഫസ്റ്റ് നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ആയിട്ടാണ്. നമ്പർ ഫസ്റ്റ് ടു സെക്കൻഡ് ടു ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്തു. ഗ്രൂപ്പിംഗ് ചെയ്തത് ഓർഡർ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിംഗ് നമുക്ക് ചെയ്യാം. ആദ്യത്തെ നമ്പർ 73,531 plus 32,179. 6 ആദ്യത്തെ എഴുതി. ഇനി രണ്ടാമത്തെ അതേപോലെ എഴുതുക. ആ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് വരും. 32,179. ഓക്കെ. നെക്സ്റ്റ് 73,531. ഓക്കെ. ഇത് രണ്ടെണ്ണമാണ് രണ്ട് ഗ്രൂപ്പ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫസ്റ്റ് യു വാണ്ട് ടു ആഡ് ദീസ് ടു പെയർസ് എന്നിട്ട് ആൻസർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ആഡ് ചെയ്യാം. 9 plus 1 is equal to 10. For 10 you write 0 here, carry 1 here. Okay. Then 3 plus 1 4. 4 plus 7 11. 11 for 1 here, carry 1 here. Again 5 plus 1 6. 6 plus 1 7. So answer 7. Here 3 plus 2 5. So you write here 5 and 7 plus 3 10. Okay. This is the answer. So first answer we got 1,05,710. This is the first answer. Okay. Then next one രണ്ടാമത്തെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. സെയിം ആണോ നോക്കാം. 9 plus 1 10. Carry 1. 7 plus 3 10 plus 1 11. Carry 1. 1 plus 1 2. 2 plus 5 7. 3 plus 2 5. 7 plus 3 10. Okay, look, these two answers are same. Right? Here is also we got 1,05,710. All the answers are same. Then we can write it as അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? We can write it as first question 73,531 plus 32,179 is equal to അടുത്ത തിരിച്ചിടാം. ആദ്യം രണ്ടാമത് എഴുതിയത് ആദ്യം പോയി, ആദ്യത്തേത് രണ്ടാമത് എഴുതി.
പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കാൽക്കുലേഷൻ രണ്ട് നിങ്ങൾ മാർക്കിന് ചെയ്യണം. എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്തത്. നിങ്ങൾ കാൽക്കുലേഷനിൽ ചെയ്തിട്ട് ആൻസർ ഇതാണ് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number D. 2,61,360 plus 3,20,167. Another pair 3,20,167 plus 2,61,360. ഇത് രണ്ടും തുല്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓർഡർ പ്രോപ്പർട്ടി കറക്റ്റ് ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈക്വൽ ആണോ ഇല്ലയോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം അഡിഷൻ ചെയ്ത് നോക്കുക. മാർജിനിൽ നിങ്ങൾ ആഡ് ചെയ്യുക ആദ്യത്തെ രണ്ട് നമ്പേഴ്സ്. 2,61,360. നെക്സ്റ്റ് നമ്പർ 3,20,167. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 6 plus 7, 13. For 13 you write here 3. Carry 1. 1 plus 1, 2. 2 plus 6, 8. 3 plus 1, 4. 1 plus 0, 1. 6 plus 2, 8. 3 plus 2, 5. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇത് കിട്ടി. ഇതിന്റെ ആൻസർ കിട്ടി. അതേപോലെ രണ്ടാമത്തേത് ചെയ്ത് നോക്കാം. 3,20,167 plus 2,61,360. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, മാർജിൻ വേണം അഡിഷൻ ചെയ്യാം. സോ 6 plus 7, 13. For 13 you write here 3. Carry 1. 6 plus 1, 7. 7 plus 1, 8. Okay, next 3 plus 1, 4. Okay, next 1 plus 0, 1. At the 6 plus 2, 8. 3 plus 2, 5. So answer is this. Well, look, this answer is also same as the second one. But first order change ചെയ്താലും answer same ആണ്. അപ്പോൾ നമുക്ക് ഈ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? 2,61,316 plus 3,20,167 is equal to this one. രണ്ടും സെയിം ആണ്. ആൻസർ നമുക്ക് സെയിം അല്ലേ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 167 plus 261,360. This is the answer. അപ്പോൾ മനസ്സിലായോ എങ്ങനെ വെരിഫൈ ചെയ്യുന്ന? ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇത് 1 മുമ്പ് ഞാൻ എ ചെയ്തു, അടുത്ത ഡി. അതിനകത്ത് ബിയും സിയും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. തന്നെ ചെയ്ത് നോക്കണേ. എന്താണെന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് രണ്ടും ചെയ്ത് നോക്കുക. ആൻസർ സെയിം ആണെങ്കിൽ രണ്ടും ഈക്വൽ ഇട്ട് ക്വസ്റ്റ്യൻ രണ്ടും കൂടെ ഈക്വൽ ഇട്ട് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുവാണ്. Second question. Add these numbers in different grouping in your notebook and verify the grouping property of addition. ഇതിനകത്ത് കുറച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോറി, second question, exercise 3.3, second question. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. 1,15,107 പ്ലസ് അടുത്ത രണ്ട് നമ്പർ
171 plus 3,32,370. ഇത് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ. അതിനോട് വേറെ സെറ്റ് ക്വസ്റ്റ്യനുകളുണ്ട്. ആദ്യത്തെ രണ്ടുകൂടെ ഗ്രൂപ്പ് ചെയ്യുക. 1,15,177 plus 3,16,171 plus 1,15,170 ആണ് ക്വസ്റ്റ്യൻ. അതായത് ഈ തന്നിരിക്കുന്നതിൽ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യ സെറ്റ് ക്വസ്റ്റ്യനകത്ത് 3 നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് അവർ അവസാനത്തെ 2 ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 നമ്പേഴ്സ് ഫസ്റ്റ് ആഡ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യന് ആദ്യത്തെ പേരിനകത്ത് അവസാനത്തെ ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നതിലൂടെ ആദ്യം ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിലൂടെ ആദ്യത്തേത് ആഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ സെറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ 2 ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ആദ്യത്തെ 2 ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിലൂടെ ലാസ്റ്റിലത്തെ ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസേഴ്സ് രണ്ടും സെയിം ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. മാർജിന് നിങ്ങൾ ചെയ്തു നോക്കാം. മാർജിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ആദ്യത്തെ ഏറിയ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് 3,16,171. അതിൻ്റെ കൂടെ അടുത്ത നമ്പർ 3,32,370. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് ആദ്യം ആഡ് ചെയ്യുക. അതിന്റെ കൂടെ ബ്രാക്കറ്റിന്റെ വെളിയിൽ നിൽക്കുന്നത് ആഡ് ചെയ്യുക. അത് ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ സെറ്റ് നോക്കാം. ഓക്കെ, 7 plus 1 8, 7 plus 1 8, 3 plus 1 4. കണ്ടോ, ഇത് അകത്തി എഴുതിയിരുന്നെങ്കിൽ ഇത്ര എടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ അകത്തി എഴുതണേ. 6 plus 2 8, 3 plus 1 4, 3 plus 3 6. കണ്ടോ, അവസാനത്തെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന 2 ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. ഇനി ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ ഫസ്റ്റിലത്തേത് ആഡ് ചെയ്യുക. അതായത് 1,15,107 ഈ ആഡ് ചെയ്യുക. മനസ്സിലായോ? ആദ്യത്തെ ബ്രാക്കറ്റ് കിടക്കുന്ന അവസാനത്തെ 2 ബ്രാക്കറ്റ് ഇട്ട് ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിലൂടെ വെളിയിൽ നിൽക്കുന്നത് ആഡ് ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ. അതാണ് ഗ്രൂപ്പിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ഇനി അടുത്ത നോക്കാം. 8 plus 7 is equal to കുറച്ച് സ്പേസ് ഇട്ട് എഴുതാവേ. കണ്ടോ? ഓക്കെ, 8 plus 7 is equal to 15. For 15 to write 5 here, carry 1 here. 8 plus 1 9, 9 plus 0 9, 4 plus 1 5. Okay, 8 plus 5 13. For 13 ഇവിടെ 3 എഴുതുക. carry 1 തൊട്ടടുത്ത നമ്പറിൽ പോകും. 4 plus 1 5 plus 1 6, 6 plus 1 7. So first answer നമുക്ക് എന്ത് കിട്ടി? 7,63,595. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. അതേപോലെ ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് സെറ്റ് എഴുതണം. ഇവിടെ സ്പേസ് ഇല്ലാതെ ഞാൻ ഈ ഇവിടോട്ട് ഒരു മാർജിൻ വെച്ച് ഇവിടോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ 2 ഗ്രൂപ്പ്, അതായത് ആദ്യത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന 2 കൂടെ ആദ്യം ചെയ്യണം. താഴത്തെ ക്വസ്റ്റിനകത്ത് ബ്രാക്കറ്റിൽ കിടക്കുന്ന 2 1,15,000 അകത്തി എഴുതിക്കൊള്ളുക. ആഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരണ്ട. 1,15,107. Okay, right? Next 3,16,171. Okay, right? Plus 7 plus 1 8. And the 0 plus 7 7. 1 plus 1 2. 6 plus 5 11. Carry 1. 1 plus 1 2. Plus 1 3. 3 plus 1 4. കണ്ടോ? ഇനി ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ ലാസ്റ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ആഡ് ചെയ്യുക. അതായത് 1,15,107.
15,000, 100, 107. Okay, plus. Put up 8 plus 7, 15. 15 5. Carry 1. 7 plus 1, 8. 8 plus 0, 8. 2 plus 1, 3. 5 plus 1, 6. 3 plus 1, 4. 4 plus 1, 5. Correct ആണോ? സോറി, നമ്പർ എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയല്ലോ. ലാസ്റ്റ് ഈ നമ്പർ അല്ലായിരുന്നല്ലോ. 3,32,370. ഓക്കെ, അതായിരുന്നു വേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ട ലാസ്റ്റ് വെളിയിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിയതിനകത്ത് തെറ്റ് പറ്റി, സോറി. അപ്പം ലാസ്റ്റ് എഴുതി കൊടുക്കേണ്ടത് 3,32,370 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഇനി ആഡ് ചെയ്യുക. 7 plus 8, 15. 15 1. Carry 1. 7 plus 1, 8 plus 1, 9. 9. Right? Next 3 plus 2, 5. Next 2 plus 1, 3. Next 3 plus 3, 6. അടുത്ത 4 plus 3, 7. So ആൻസർ രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഗ്രൂപ്പിംഗ് ഓർഡർ വെരിഫൈ ചെയ്തിരിക്കുന്നു. ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ദീസ് നമ്പർ ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പിംഗ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് ഇത് രണ്ടും ഇതേപോലെ ചെയ്യുക. ആൻഡ് വെരിഫൈ ദ ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് വെരിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് രണ്ട് ബ്രാക്കറ്റിനകത്ത് രണ്ട് ബ്രാക്കറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിലൂടെ വെളിയിൽ നിൽക്കുന്ന ആളെ ആഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിൽ ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്? കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടുന്നുണ്ടോ? അത് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ രണ്ടൂടെ അടുത്ത് ബ്രാക്കറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം നിങ്ങൾ അത് രണ്ടൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്നതിലൂടെ ലാസ്റ്റിലത്തേത് ആഡ് ചെയ്യുക. അപ്പം രണ്ട് ആൻസർ സെയിം ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി ഈസ് ഗ്രൂപ്പിംഗ് പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ ഈസ് വെരിഫൈഡ്. ഇങ്ങനെ എഴുതണം. എങ്ങനെ എഴുതണം? ഗ്രൂപ്പിംഗ് പ്രോപ്പർട്ടി വെരിഫൈഡ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ രണ്ട് ആൻസർ സെയിം ആയിട്ട് കിട്ടുവാണെങ്കിൽ വെരിഫൈഡ് എന്ന് വെച്ചാൽ ആൻസർ കറക്റ്റ് ആണ്, എന്ന് വെച്ചാൽ തുല്യമാണ്, എന്ന് വെച്ചാൽ അത് തെറ്റില്ല. അതാണ് വെരിഫൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഡി ഞാൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഡി 59,626 plus 3,45,790 plus 1,67,137. Okay, another question. അതിന്റെ കൂടെയുള്ള പെയർ ആദ്യത്തെ രണ്ടെണ്ണം പെയർ ചെയ്യുക പ്ലസ് അടുത്തത് പെയർ ചെയ്യുക. ഇത് രണ്ടോടെ ആദ്യം ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒറ്റയ്ക്ക് ലാസ്റ്റിലത്തെ നമ്പർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റ് എടുക്കുക. ഈ സെറ്റ് എടുക്കുക. ഫസ്റ്റ് സെറ്റ് അതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന രണ്ടെണ്ണം ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്നുള്ളതിനകത്ത് ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന രണ്ടെണ്ണം ആദ്യം ആഡ് ചെയ്യുക. നമ്പർ വായിച്ചേ. 3,45,790. നെക്സ്റ്റ് 1,67,137. ഇത് രണ്ടൂടെ ആഡ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ പക്ഷേ അടുത്ത നമ്പർ വരുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണമാണ് ആഡ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ കിടക്കുന്ന ആദ്യം ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഈ രണ്ടെണ്ണം
8. 7 plus 5, 12. 2, carry 1. 4 plus 1, 5. Plus 6, 11. Carry 1. 3 plus 1 will 4. Plus 1, 5. നമുക്ക് ഈ ലാസ്റ്റിലത്തെ രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഉള്ള ആൻസർ കിട്ടി. ഇനി ആ ആൻസറിൻ്റെ കൂടെ ഫസ്റ്റിലെ ആൻസർ കിട്ടുക 59 lakhs. അപ്പോൾ അവിടെ നോക്കുക, ഇവിടെ 5 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം നോക്കി വേണം ചെയ്യാനുള്ളത്. 5 ഡിജിറ്റേ ഉള്ളതായതുകൊണ്ട് ഇവിടെ 6 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 6 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 5 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എഴുതി പോകണം 6 2 6 9 5. കണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തെറ്റിപ്പോയില്ലേ? ഓക്കെ. Then 6 plus sign. 6 plus 6 12. 12 ന് 2 is right here. Carry 1. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഓരോ ലൈൻ വിട്ട് വേണം താഴോട്ട് എഴുതാം, അല്ലെങ്കിൽ ക്യാരി ആയിട്ട് ലൈനിലായി പോകും കേട്ടോ. അപ്പം എനിക്കിവിടെ ബോർഡിന് സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. 5 plus 1 6 plus 2 8. 8 plus 6 14. 4. Carry 1. 2 plus 1 3. 3 plus 9 12. 12 ന് 2. Carry 1. 1 plus 1 2. 2 plus 5 7. അടുത്ത 5 കൂടെ ഒന്നുമില്ല, ആ 5 അതുപോലെ താഴെ. സോ ആൻസർ വി ഗോട്ട്. എന്താണ് ഈ ആൻസർ? റീഡ് ചെയ്തേ. 5,72,482. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാം. അതായത് ഈ ഗ്രൂപ്പ് അതാണ്. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് ഫസ്റ്റ് രണ്ടെണ്ണമാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആദ്യം ചെയ്യുക. അതായത് 59,000. ഇവിടെ നോക്കിക്കേ, ഇവിടെ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണോ നോക്കണം. ഇവിടെ 5 ഡിജിറ്റ്, ഇവിടെ നോക്കിക്കേ 6 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 6 ഡിജിറ്റ് ഉള്ളത് ആദ്യം അങ്ങ് എഴുതുക. അപ്പൊ ഇത് ആദ്യം എഴുതുക. 3,45,790. അതിന്റെ കൂടെ താഴെ 5 ഡിജിറ്റ് ഉള്ളത്, അതായത് ഈ സൈഡിൽ നിന്ന് എഴുതുക. 6 2 6 9 5. Okay. Then you add that numbers. 9 plus 6 14. 14 4 right. 1 is carry. 1 plus 1 2. 2 plus 2 4. Okay, right? Next 7 plus 6 13. 4 13 you write here 3. Carry 1. 5 plus 1 6. 9 plus 6 15. So carry 1. 4 plus 1 5. 5 plus 5 10. Again carry 1. 3 plus 1 4. ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരാ? ഇത്. അപ്പൊ അതായത് 1,67,137. Here ഇവിടെ 5 ആണ്. 9 plus 6 15 ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് 7 plus 5 12. 12 ന് 2. Carry 1. 4 plus 1 5. 5 plus 3 8. 3 plus 1 4. 7 plus 5 12. Carry 1. 0 plus 1 0. Sorry 1. 1 plus 6 7. 4 plus 1 5. So answer is 5,72,482. Look, these two answers are same. So we can say that order property, sorry, grouping property satisfied. Grouping property verified. Okay, ഇങ്ങനെ എഴുതാം. രണ്ട് സെറ്റ് ക്വസ്റ്റ്യന് അഡീഷനകത്ത് നിങ്ങൾ ചെയ്ത ശേഷം ഇങ്ങനെ വേണം എഴുതാൻ. ഇതാണ് ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇനി 2 ക്വസ്റ്റ്യൻസുകളുണ്ട്, ബിയും സിയും. നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലായാലും ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആദ്യം ചെയ്യുക, അതിൻ്റെ കൂടെ വെളിയിരിക്കുന്നത് ചെയ്യുക. അത് ആദ്യം ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്തും അതേപോലെ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനോട് ആദ്യം ചെയ്യുക, അതിൻ്റെ കൂടെ ലാസ്റ്റ് കിടക്കുന്നത് ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ കിട്ടുന്ന ആൻസർ 2 സെയിം ആണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഗ്രൂപ്പിംഗ് പ്രോപ്പർട്ടി വെരിഫൈ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത് വലിയ നമ്പർ മുകളിൽ എഴുതുക, ചെറിയ നമ്പർ താഴെ എഴുതുക. അതായത് ഓർഡർ ഓരോ നമ്പരും അതാതിൻ്റെ നേർക്ക് തന്നെ ഇരിക്കണം. മനസ്സിലായോ? ഓക്കെ.
6000, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. 543 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 6543. ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഏത് നമ്പറിന്റെ കൂടെ ഒരു നമ്പർ കിട്ടിയ സെയിം നമ്പർ കിട്ടണമെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0. ഏത് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ എന്തായിരിക്കും? സെയിം നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ ബി ഈസ് ഈക്വൽ ടു 9000. അതായത് ഒരു നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ തൊട്ടടുത്ത നമ്പർ കിട്ടും. അപ്പൊ ഈ നമ്പറിന് തൊട്ട് അപ്പം ഇത് ഏതോ ഒരു നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 9000 കിട്ടി. അപ്പൊ ഏത് നമ്പർ ആയിരിക്കും? ഇതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ. 9000 തൊട്ട് മുമ്പ് എന്താ വരുന്നത്? 8999. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ആൻസർ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ. 8,99,999 പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഡാഷ്. എന്തായിരിക്കും ആൻസർ? 8,99,999. ഇതിന്റെ ആൻസർ 1 കൂട്ടിയ അടുത്ത നമ്പർ എന്നാ. അപ്പം 8,99,999 ആണെങ്കിൽ അതിനോട് 1 കൂട്ടുമ്പോൾ 9 lakh. കണ്ടോ? 9 lakh ആയിരിക്കും. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ. 56,705ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ നമ്പർ തന്നെ കിട്ടും. 56,705. ഒരു നമ്പറിലൂടെ 0 ആഡ് ചെയ്ത സെയിം നമ്പർ ഇറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ, ആ സെറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എക്സർസൈസ് വേർഡ് പ്രോബ്ലം ആണ്. എക്സർസൈസ് 3.4 ആണ്. എക്സർസൈസ് 3.4. Question. ഈ വാട്ടർ ടാങ്ക് സപ്ലൈസ് ഡ്രിങ്കിങ് വാട്ടർ ടു വില്ലേജ്. ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ വെള്ളം നമുക്ക് കിണറൊന്നും കാണത്തില്ല. ഒരു ടാങ്കിൽ, വലിയ ടാങ്കിൽ നിന്ന് ഓരോ വില്ലേജിലോട്ട് കൊണ്ടു കൊടുക്കുക. വില്ലേജ് എ ഗെറ്റ്സ് 13,670 buckets of water and വില്ലേജ് ബി ഗെറ്റ്സ് 14,295 bucket of water. ഒന്നാമത്തെ വില്ലേജിൽ എത്ര ബക്കറ്റ് വെള്ളം കിട്ടും? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിന്റെ സ്റ്റെപ്പ് എഴുതുക. നമ്പർ ഓഫ് buckets of water got in village A. വില്ലേജ് എയിൽ എത്ര ബക്കറ്റ് വെള്ളം കിട്ടി? എത്ര ബക്കറ്റ് വെള്ളം കിട്ടി? 13,670. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് ബക്കറ്റ്സ് of water got in വില്ലേജ് എ ആണിത്. അടുത്ത വില്ലേജ് ബി, രണ്ടാമത്തെ വില്ലേജ് ബി വില്ലേജിൽ എത്ര കിട്ടി? 14,295. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബക്കറ്റ്സ് ഓഫ് വാട്ടർ ആർ സപ്ലൈഡ് ടു ബോത്ത് ദ വില്ലേജ്? ടോട്ടൽ രണ്ടു പേർക്കൂടെ എത്ര ബക്കറ്റ് വെള്ളം മുനിസിപ്പാലിറ്റിക്കാർ കൊടുത്തു? ഓക്കെ, അല്ലെങ്കിൽ എത്ര ടാങ്ക്, ടോട്ടൽ എത്ര ബക്കറ്റ് വെള്ളം രണ്ട് വില്ലേജേഴ്സിനൂടെ കൊടുത്തു? ടോട്ടൽ ബക്കറ്റ്സ് ഓഫ് വാട്ടർ ടോട്ടൽ ഹൗ മെനി? രണ്ടുപേർ കൂടെ ആകുമ്പോൾ എങ്ങനെയാ കാണുന്നത്? എന്ത് ചെയ്യണം? അഡിഷൻ ചെയ്യണം. ഈസ് ഈക്വൽ ടു ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റിലത്തെ 13,670 പ്ലസ് 14,295. ഈ കാൽക്കുലേഷൻ നിങ്ങൾ മാർജിന് വേണം ചെയ്യാൻ. ഞാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആൻസർ കൊണ്ട് എടുത്ത് എഴുതുക ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇതുപോലെ ചെയ്ത് കളയും. ഈസ് ഈക്വൽ ടു 13,670 പ്ലസ് 14,295 ഈസ് ഈക്വൽ ടു ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുക. 13,000 മാർജിന് വേണം ആഡ് ചെയ്യാൻ. 13,670 14,295 is equal to 5 plus 0 5 9 plus 7 16 carry 1 6 plus 1 7 plus 2 9
27,965. അത്രേ ബക്കറ്റ് വെള്ളമാണ് ആ രണ്ട് വില്ലേജസിനും കൂടെ സപ്ലൈ ചെയ്തത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. There are 78,879 male teachers and 1,25,763 female teachers in a state. ഒരു സ്റ്റേറ്റിലെ 78,879 മെയിൽ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ പുരുഷ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആൺസാർമാരും 1,25,763 ഫീമെയിൽ ടീച്ചേഴ്സ് ലേഡി ടീച്ചേഴ്സും ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്? അങ്ങനെയാണ് ആ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മീൻസ് സംസ്ഥാനം. നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏതോ ഒരു സംസ്ഥാനത്ത്. അപ്പോൾ ടോട്ടൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? എന്ത് ചെയ്യണം? ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ വി ആർ ആഡിങ് that to question number 2. Number of male teachers, ആൺ ടീച്ചർമാർ, പുരുഷ ടീച്ചർമാർ. Number of female teachers, female teachers is equal to എത്ര വീതം ഉണ്ടെന്ന് നോക്കിക്കേ. ഫസ്റ്റ് 78,879. Next 1,25,763. Total number of teachers. Total number of രണ്ടുപേരുടെ എത്ര വീതം എത്ര ടീച്ചേഴ്സ് രണ്ടുപേരുടെ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈസ് ഈക്വൽ ടു രണ്ടുകൂടെ ആഡ് ചെയ്യുക. 78,799 plus 1,25,763. മാർജിൻ സൈഡിൽ എഴുതുക. എഴുതുമ്പോൾ നോക്കുക രണ്ട് നമ്പറിൽ ഒരേ അക്കങ്ങൾ ഒരേ നമ്പർ ഓഫ് ഡിജിറ്റ് ആണോ നോക്കുക. ഇവിടെ 1 2 3 4 5 6 ഇവിടെ 5 ഉള്ളൂ. അപ്പോൾ 6 ഉള്ളത് മേലിൽ എഴുതുക. 1 2 5 7 6 3 ഈ നമ്പർ ആദ്യം എഴുതുക. അതിൻ്റെ താഴെ ഇവിടെ ഇങ്ങോട്ട് എഴുതുക കുറച്ചുള്ളത് 9 7 8 8 7 എല്ലാം തെറ്റിപ്പോവേ പ്ലസ് കൊടുക്കുക. ഓക്കെ 9 plus 3 12. For 12 you write 2 here, 1 is carry. 6 plus 1 7 plus 7 14. For 14 you write here 4, carry 1. 7 plus 1 8. 8 plus 8 16, carry 1. 5 plus 1 6. 6 plus 8 14, carry 1. 2 plus 1 3. 3 plus 7 10, carry 1. 1 plus 1 2. So answer is 20 lakh 2,04,642 teachers. 2,04,642 teachers are in that state. Total number of teachers. മനസ്സിലായല്ലോ? അഡിഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An orchard produced. Orchard means പഴത്തോട്ടം. പഴത്തോട്ടത്തിൽ produced 2,35,640. 89,945 apples in 3 consecutive years. 3 വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 വർഷത്തെ ആപ്പിൾസിന്റെ എണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓർച്ചാർഡ് ഇൻ ഓൾ ദി 3 years. അങ്ങനെയാണ് 3 വർഷം കൂടെ ആ ഓർച്ചാർഡ് ആ പഴത്തോട്ടത്തിൽ എത്ര ആപ്പിൾസ് അവർ കൃഷി ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് എടുക്കുന്നത് നമ്പർ ഓഫ് ഓർച്ചാർഡ് ഇൻ number of apples in first year. ആദ്യത്തെ വർഷം എത്ര ഓർച്ചാർഡ് ഉണ്ടായിരുന്നു, എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു? 2,35,640. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് apples in second year. എത്ര ഉണ്ട് സെക്കൻഡ് ഇയറിലെ? 2,25,000. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് apples in third year.
45. ഓക്കെ, ഇത്രയാണ് 3 വർഷം കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 years ആപ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ഓർച്ചാർഡിൽ ഒരു പഴത്തോട്ടത്തിൽ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പം മാർജിനിലോട്ട് എഴുതുക. ആദ്യം നോക്കുക, ഇതിൽ വലിയ നമ്പർ ഏതാണ്? ഇതിനകത്ത് 6 നമ്പർ, ഇതിനകത്ത് 6 നമ്പർ, ഇത് 5 നമ്പറേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്പർ എഴുതുക. ഓക്കെ, സെക്കൻഡ് നമ്പർ എഴുതുക. ഓക്കെ, തേർഡ് നമ്പർ ചെറുതായിട്ട് ഇവിടെ ഇങ്ങോട്ട് എഴുതുക, അല്ലെ തെറ്റിപ്പോ. 5 4 9 9 8. ഓക്കെ, പ്ലസ് കൊടുക്കുക. അപ്പം ആദ്യത്തെ രണ്ടുകൂടെ ആഡ് ചെയ്യുക. 0 + 0 0. ദാറ്റ് 0 + 5 5. 0യുടെ കൂടെ 5 കൂടെ കൂട്ടിയ 5. നെക്സ്റ്റ് 4 + 0 4. ദാറ്റ് 4 + 4 8. 4 + 4 8. 9 + 6 + 0 6. 6 + 9 15. 15 5 carry 1. 5 + 1 6 + 5 11. 11 + 9 20. 2 carry 3 + 2 5. 5 + 2 7. 7 + 8 15. Carry 1. 2 + 1 3 + 2 5. So we got the answer. Total number of apples is equal to 5,50,585. Okay, right? മനസ്സിലായോ? 3 consecutive yearsൽ പ്രൊഡ്യൂസ് ചെയ്ത ആപ്പിൾസിന്റെ എണ്ണമാണ് തന്നത്. ടോട്ടൽ 3 വർഷം കൂടെ total how many apples they produced. For that we want to add these three numbers together, then we got the final answer. Next we are going to our next question. Question number 4. Find the sum of largest 5 and 6 digit number. Question ഒന്നുമില്ല, largest 5 and 6 digit numbers add ചെയ്യാം. So question number 4, largest 5 digit number. Say largest 5 digit number. Largest 5 digit number is it correct? Yes. Then largest 6 digit number. Largest 6 digit number is equal to, is it correct? So the sum is equal to, we want to add these two numbers. Look here, here is 6 digit, here is 5 digit. So first you write 6 digit numbers first, and with that number smallest 5 digits plus. Okay, then add these numbers. 9 + 9 18. 4 8. 9 + 1 8 10. 10 + 9 19. 9 + 1 10 + 9 19. 9 + 1 10 + 9 19. 9 + 1 10 + 9 19. 9 + 1 10. So we got the number. Sum is equal to 10,99,998. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ആൻസർ. ഫസ്റ്റ് you want to write the largest 5 digit number and the largest 6 digit number, and again you want to add these two numbers. We got the answer 10,99,998. That's all. Okay, simple questions. Next question is question number 5. Yogesh got a bike worth rupees 58,590, refrigerator with rupees 18,696, and a car worth rupees 3,89,420. How much money did Yogesh spend? ഇത് നിങ്ങൾ തനിയെ ചെയ്യണം.
എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. യോഗേഷ് ഒരു ബൈക്ക് മേടിച്ചു. എത്ര രൂപയ്ക്ക്? 58,590 റുപ്പീസിന്. ഒരു റെഫ്രിജറേറ്റർ മീൻസ് ഒരു ഫ്രിഡ്ജ് മേടിച്ചു 18,696. ആൻഡ് ഒരു കാർ മേടിച്ചു 3,89,420 റുപ്പീസിന്. അപ്പോൾ ടോട്ടൽ മണി എത്ര സ്പെൻഡ് ചെയ്തത്? എന്താ ടോട്ടൽ ദ കോസ്റ്റ് ഓഫ് ബൈക്ക്, കോസ്റ്റ് ഓഫ് റെഫ്രിജറേറ്റർ, കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് കാർ. ഇത് മൂന്ന് സ്റ്റെപ്പായിട്ട് എഴുതുക. ആൻഡ് ദെൻ ഫൈനൽ സ്റ്റെപ്പ് ടോട്ടൽ മണി ഹി സ്പെൻഡ് ഈസ് ഈക്വൽ ടു ഈ 3 നമ്പറുടെ ഓർഡറിൽ എഴുതി ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ എ ഗ്രെയിൻ ഗോഡൗൺ. ഗ്രെയിൻ ഗോഡൗൺ എന്ന് വെച്ചാൽ ഈ ധാന്യ ഗോഡൗൺ ഇല്ലേ, നമ്മൾ അരിയൊക്കെ വരുന്ന വലിയ ഗോഡൗണിൽ നിന്നാണ് പറയുന്നത്, കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അരി സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അവിടെ നിന്ന് there are 1,63,442 bags of rice. 2 lakh അപ്പം ഫുഡ് ഗ്രെയിൻ ഗോഡൗണിൽ 1,63,442 ബാഗ് ഓഫ് റൈസ് ഉണ്ട്, അരിയുണ്ട്. 2,33,698 ബാഗ് ഓഫ് വീറ്റ്, ഗോതമ്പുണ്ട്. ആൻഡ് 62,893 ബാഗ്സ് ഓഫ് പൾസസ് ഉണ്ട്, മറ്റ് ധാന്യങ്ങൾ. ഇത്രയും കൂടെ ഉണ്ട്. അങ്ങനെ അത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് സ്റ്റോർഡ് ഇൻ ദ ഗ്രെയിൻ ഗോഡൗൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാക്കറ്റ് ഗ്രെയിൻസ് ആ ഗോഡൗണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എഴുതേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് റൈസ് ബാഗ്, റൈസിൻ്റെ ബാഗ്, നമ്പർ ഓഫ് റൈസ് ബാഗ് ഈസ് ഈക്വൽ ടു 1,63,442. സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ ഓഫ് വീറ്റ് ബാഗ് 2,33,698. തേർഡ് സ്റ്റെപ്പ് നമ്പർ ഓഫ് പൾസസ് ബാഗ് 62,893. ഇതിനകത്ത് പൾസസ് കുറവാണ്, അപ്പം ആദ്യത്തെ 2 എഴുതിയിട്ട് ലാസ്റ്റ് വേണം പൾസസിൻ്റെ എഴുതി കൂട്ടാം. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് എന്ന് നോക്കുക വേണം. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യനും മനസ്സിലായി. ക്വസ്റ്റ്യൻ നമ്പർ 7. എ പബ്ലിക് ലൈബ്രറി ഹാസ് 36,442 ബുക്സ് ഇൻ ഇംഗ്ലീഷ്. ഒരു പബ്ലിക് ലൈബ്രറിയുടെ ഇംഗ്ലീഷ് ബുക്കിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, ഹിന്ദി ബുക്കിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, ആൻഡ് അതർ ലാംഗ്വേജ് മറ്റ് ഭാഷകളുള്ള ബുക്കുകളുടെ എണ്ണം കൂടെ തന്നിട്ടുണ്ട്. ഹൗ മെനി ബുക്സ് ഇൻ ഓൾ ഡസ് ദ ലൈബ്രറി ഹാവ്? അങ്ങനെയാണെങ്കിൽ മൊത്തവും കൂടി എത്ര ബുക്സ് ആ ലൈബ്രറി കാണും? അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതേണ്ടത് ഇങ്ങനെയാണ്. നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്സ് ഈസ് ഈക്വൽ ടു തന്ന നമ്പർ, നമ്പർ ഓഫ് ഹിന്ദി ബുക്സ് ഈസ് ഈക്വൽ ടു തന്ന നമ്പർ, നമ്പർ ഓഫ് അതർ ലാംഗ്വേജ് ബുക്സ് അതും തന്നിട്ടുണ്ട്. ദെൻ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ടു total number of books in that library is equal to add these 3 numbers. അതിനകത്ത് ഇംഗ്ലീഷ് ഹിന്ദി ടെക്സ്റ്റ് ആണ് കൂടുതൽ, അപ്പോൾ അതാണ് വലിയ നമ്പർ. സോ ആ നമ്പർ വലുതാണ് ആദ്യം എഴുതണം, ബാക്കി 2 5 ഡിജിറ്റ് നമ്പേഴ്സ് അതിന് താഴെയായിട്ട് എഴുതണം കേട്ടോ. അപ്പം വലിയ 6ഉം 5ഉം ആണെങ്കിൽ 6 ഡിജിറ്റ് നമ്പർ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ വേണം സ്മോളസ്റ്റ് എഴുതാൻ. നെക്സ്റ്റ് ഇൻ എ സിറ്റി. Question number 8. In a city, 3 NGOs means non-government organization collected 1,45,963. ഒരു എർത്ത് വെച്ചാൽ ഭൂമികുലുക്കത്തിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ച പണമാണ്. അപ്പം 3 സിറ്റിയിലായിട്ട് ഒരു സിറ്റിയിലെ 3 NGO യൂണിയൻകാരുണ്ട്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട്, ഗവൺമെൻറ് അല്ലാത്ത 3 ഓർഗനൈസേഷൻകാർ ഈ ഭൂമികുലുക്കം ഉണ്ടായി അപകടമൊക്കെ നടന്ന് നമ്മളിപ്പോൾ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസ പൈസ കൊടുത്തില്ലേ, അതേപോലെ ഇവിടെ ഭൂമികുലുക്കം ഉണ്ടായ ഒരു സിറ്റിയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 3 NGOക്കാർ പണം സ്വരൂപിച്ച് കളക്ട് ചെയ്തു. ആ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് 1,45,963, next 5,63,482, and next 2,81,160 to help the people whose home were destroyed in an earthquake. What was the total money collected by? അപ്പോൾ the amount collected by first NGO അത് എഴുതുക. Then next step the amount collected by second NGO അത് എഴുതുക. Next third step the amount collected by the third NGO. എന്നിട്ട് ഈ 3 എഴുതിയ ശേഷം ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ബൈ ദ NGOs എന്ന് പറഞ്ഞിട്ട് ഈ 3 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ അത്രയും നിങ്ങൾക്ക് ഹോംവർക്ക് ഉള്ളതാണ്, മനസ്സിലായോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ കാർ കമ്പനി മാനുഫാക്ചേർഡ് 1 lakh
13,912 റെഡ് കാർ. ഒരു കാർ ഫാക്ടറി ഉണ്ട്. കാർ ഫാക്ടറിയിലെ അവർ കാർ ഉണ്ടാക്കി. പല കളർ കാറല്ലേ, അവർ റെഡ് കാറുകൾ ഉണ്ടാക്കി. എത്രയാണ്? 1,13,912. ഗ്രീൻ കാർസ് 2,15,000 ഉണ്ടാക്കി. അതുപോലെ ബ്ലൂ കളർ കാർ 85,312 ഉണ്ടാക്കി. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് കാർസ് മെയ്ഡ് ബൈ ദാറ്റ് കമ്പനി ഈസ് ഈക്വൽ ടു അത് മൂന്നും കൂടി ആഡ് ചെയ്യാം. മനസ്സിലായോ? ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ സ്റ്റെപ്പ് അങ്ങനെയാണ് എഴുതേണ്ടത്. നമ്പർ ഓഫ് റെഡ് കാർസ്, നമ്പർ ഓഫ് ബ്ലൂ കാർസ്, നമ്പർ ഓഫ് ഗ്രീൻ കാർസ്, ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഫൈൻഡ് ദ നമ്പർ വിച്ച് എക്സീഡ്സ് which exceeds 3,93,485 by 4,75,085. അപ്പം എക്സീഡ്സ് മീൻസ് മോർ, കൂടുന്നു. കൂടുതലായിട്ട് പോകുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. സോ ആൻസർ ഇങ്ങനെ തന്നെ എഴുതുക. സ്റ്റെപ്പ് ഒന്നുമില്ല അതിന്. 3,93,485 പ്ലസ് 4,75,085. So you want to add these two numbers. 5 plus 5 10, 8 plus 8 16, plus 1 17, carry 1, 4 plus 1 5, plus 0 5, 5 plus 3 8, 9 plus 7 16, carry 1, 3 plus 1 4, 4 plus 4 8. Okay, so answer is 8,68,570. Then the exercise 3.4 is over. Now there are more exercise in this lesson. Okay, up to 3.9. അപ്പോൾ ഇതുവരെയുള്ള ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ വേർഡ് പ്രോബ്ലത്തിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. നോട്ട് തരുമ്പോൾ അതിനകത്ത് ഉണ്ടാവും, പക്ഷേ നിങ്ങൾ തനിയെ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ see you on next class. Till then, bye.